ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം കൊണ്ടോട്ടി അരീക്കോടിൽ കെട്ടിടത്തിന് തീപിടിച്ചു. മദ്രാസ് ടവർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കടയ്ക്കാണ് തീപിടിച്ചത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് എപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? അമൃത, 10:20 ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. മദ്രാസ് ടവർ എന്ന് പറയുന്നത് ഒരു 3 നില കെട്ടിടമാണ്. അവിടെ രണ്ടാമത്തെ നിലയിൽ ബാറ്ററി ഷോപ്പുകളും മൊബൈൽ ആക്സസറി ഷോപ്പൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും ചെറിയൊരു പൊട്ടിത്തെറി കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. തീ കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. മലപ്പുറത്ത് നിന്ന് 2 ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലത്തെ നിലയിൽ ഈ താമസക്കാർ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സംശയം ഉണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയാണ്. തീ പടരുന്ന സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആള് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശം നൽകുകയും തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത, ഗോകുൽ, നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറ്റു മുറികളൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ഒരു ജാഗ്രതയാണ് അവിടെ ഉണ്ടാവുന്നത്. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചൊരു തർക്കമില്ല. തീ പടരുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷെ ആ ബിൽഡിംഗ് ഒരു 3 നില ബിൽഡിംഗ് ആണ്. അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, മൊബൈൽ ഷോപ്പുണ്ട്, അതോടൊപ്പം തന്നെ ബാറ്ററി ഷോപ്പുണ്ട്, അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് മുറികളുണ്ട്. അതിൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനം, ഒരു സംശയമൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ രീതിയിൽ പരിശോധന നടത്തുകയും രക്ഷാപ്രവർത്തന സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒരാൾ അതിനുള്ളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൃത, ആളപായം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള സാഹചര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.